പുരാതന നഗരമായ എഫേസൂസിൽ നിന്നും പരിശുദ്ധ അമ്മ താമസിച്ച ഭവനം സ്ഥിതി ചെയ്യുന്ന ബുൾബുൾ മലയിലേക്കുള്ള യാത്ര നയനമനോഹരമാണ്. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാന്തതയുടെയും നിശബ്ദതയുടെയും ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി ഒലിവ് മരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചാപ്പലിലേക്കുള്ള യാത്രാമധ്യേ ഒരു വലിയ പൂന്തോട്ടവും അതിന് നടുവിലായി താക്കോൽ ദ്വാരത്തിന്റെ ആകൃതിയിലുള്ള ഒരു വലിയ മാമോദീസ കുളവും നമുക്ക് കാണാനാകും. ആദിമ ക്രൈസ്തവർ ഈ പ്രദേശത്ത് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ സൂചനയാണ് പ്രസ്തുത മാമോദീസ കുളം. പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് നാം നടക്കുമ്പോൾ കല്ലുപാകിയ പ്രസ്തുത വീതിയിൽ തീർത്ഥാടകരെ അനുഗ്രഹിച്ച് നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ വെങ്കലത്തിൽ തീർത്ത മനോഹരമായ തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് നാം ചാപ്പലിലേക്ക് കൂടുതൽ നടന്നെടുക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അൾത്താരയും പ്രാർത്ഥനയ്ക്കായുള്ള ഇരിപ്പിടങ്ങളുമൊക്കെ നമുക്ക് കാണാനാകും. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മയുടെ ഭവനം സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ നിലകൊള്ളുന്നത്. പരിശുദ്ധ അമ്മയുടെ ഭവനം സന്ദർശിച്ച് തിരികെ നടക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് 3 ജലധാരകളുടെ സമീപത്താണ്. ഈ ജലധാരകളിൽ നിന്നും ബഹിർഗമിക്കുന്ന ജലത്തിന് സൗഖ്യശക്തി ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിരവധി തീർത്ഥാടകർ ഈ ജലധാരകളിൽ നിന്നും വെള്ളം കുപ്പികളിലും മറ്റും ശേഖരിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനാകും. ഇത് തീർത്ഥാടന കേന്ദ്രത്തിൽ വിഷിംഗ് വാൾ എന്ന് അറിയപ്പെടുന്ന മേഖലയാണ്. ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ചെറുകടലാസിലും മറ്റുമായി തീർത്ഥാടകർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ക്രൈസ്തവർ മാത്രമല്ല, നിരവധി മുസ്ലിം മതസ്ഥരും ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാൻ എത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെയും ആദിമ ക്രൈസ്തവരുടെയും പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ നിന്നും മടങ്ങുമ്പോൾ നവ്യമായ ആത്മീയ അനുഭവമാണ് മനസ്സിൽ നിറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ചാപ്പലിലും പരിസര പ്രദേശങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഇവിടേക്കുള്ള തീർത്ഥാടന യാത്ര നമുക്ക് സമ്മാനിക്കും. എങ്കിലും മനസ്സിൽ ചെറുതല്ലാത്ത ഒരു സങ്കടം അലതല്ലുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം മേഖലകളിലും ഇന്ന് വിരലിൽ എണ്ണാവുന്ന ക്രൈസ്തവർ മാത്രമാണ് ഉള്ളത്. പ്രകൃതിക്ഷോഭങ്ങളും അധിനിവേശങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ നാമാവിശേഷമാക്കി. പരിശുദ്ധയമ്മ തന്റെ ഇഹലോകവാസകാലത്തെ അവസാന നാളുകൾ ചെലവഴിച്ച ഈ ഭവനം സന്ദർശിക്കുമ്പോൾ നമുക്ക് തുർക്കിയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുർക്കിയിലെ സഭയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം.